അപ്പോൾ നമ്മുടെ ശങ്കരണ്ണൻ്റെ ഇന്ത്യൻ ടു കണ്ടു. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അടപടലം റബ്ബർ ബാൻഡ് തന്നെ. ഈ സിനിമയെക്കുറിച്ച് എന്ത് പറയണമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കാരണം ഇന്ത്യൻ 1 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ട് അത് കണ്ടിട്ട് നമ്മളിങ്ങനെ കോരിത്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ 2 എന്ന് പറയുമ്പോൾ വാനോളമാണ് പ്രതീക്ഷ. നേരെ കൊണ്ടുവന്ന് വാനോളം ഉയർത്തിയിട്ട് നിലത്തേക്കിട്ട് ഉടച്ച് നശിപ്പിച്ച് കളഞ്ഞു. അതാണ് സത്യം പറഞ്ഞ ഇന്ത്യൻ 2 സംഭവിച്ചത്. ഇന്ത്യൻ താത്ത ഒരു കോമഡി പീസാണ് ഞാൻ അതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ത്യൻ 2 ശങ്കരണ്ണൻ ഈ പരിപാടി നിർത്തുമെന്ന്. എങ്കിൽ മക്കളെ, തീർന്നിട്ടില്ല. ഇന്ത്യൻ 3 വരാനുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? നീ അതോടെ കാണാനുള്ള താണി എൻ്റെ പൊന്ന് ശങ്കരണ്ണ ഇല്ല. ഇതോടെ നിങ്ങൾ നിർത്തിക്കും. കാരണം അൺസൈറ്റബിൾ. സത്യം പറയാമല്ലോ, ആ ഇന്ത്യൻ എന്ന് പറഞ്ഞ ഒറ്റ സിനിമ കൊണ്ട് നിർത്തിയാൽ മതിയായിരുന്നു. ഈ സെക്കൻഡ് തേർഡ് പ്ലീസ് നശിപ്പിക്കരുത്. ഫസ്റ്റിനകത്തിൽ ഇന്ത്യൻ താത്ത ഒരു 60-70 വയസ്സുള്ള ഒരു കഥാപാത്രത്തിനെ അതുപോലെ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ കമലഹാസൻ. സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കുടിച്ച് വന്ന് പറന്ന് നടക്കുന്ന ഒരു ഇന്ത്യൻ താത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ താത്ത ഫൈറ്റ് ചെയ്യും, മാർഷൽ ആർട്സ് കാണിക്കും, പിന്നെ എന്താണ് പറയുന്നത്, ഒരു ടെക്നിക്സ് ഉണ്ടല്ലോ, ഈ കർമ്മ ടെക്നിക്സോ എന്തോ കുറേ ടെക്നിക്സ്, മാർഷൽ ആർട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇന്ത്യൻ താത്ത അങ്ങ് പൊളിക്കുകയാണ്. പിള്ളേരുടെ കൂട്ട് ഓടുക, ചാടുക, പറന്നിടിക്കുക, അവിടെ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് 6 പാക്ക് വരെ ചാടി വരും. അത്രയ്ക്ക് റേഞ്ചാണ് ഇന്ത്യൻ താത്ത. അതുപോലെ അവരാധമാക്കി വെച്ചിട്ടുണ്ട് സിനിമ. ഇതൊക്കെയാണ് കഥാപാത്രം. ഇനി നമ്മൾ സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ സിനിമയ്ക്കകത്തിൽ എന്തെങ്കിലും മെച്ചം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയില്ല. സ്ഥിരം തട്ടുപൊളിപ്പൻ സെറ്റപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ കഥയ്ക്കകത്തിൽ ഞാൻ പറയാം, കഥയ്ക്കകത്തിൽ നല്ല ഡെപ്തുള്ള കിടിലൻ സംഭവങ്ങളാണ് കഥയ്ക്കകത്തിലുള്ളത്. അതിൽ ഇടയ്ക്കിടയ്ക്ക് 1-2 ഇടയ്ക്കത്ത് നല്ല സ്പാർക്കുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എടുത്തിട്ടില്ല. വെറും ഒരു സാധാരണ ഒരു ശിവാജി കണക്കിന് ഇന്ത്യൻ പടം വന്നിരിക്കുന്നു. അതാണ് നമ്മുടെ ഇന്ത്യൻ 2. ഇതിനകത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്കതായിട്ടൊന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാം എന്താണ് സംഭവം. അഴിമതിക്കെതിരെയുള്ള സാധനമാണ്. ഇന്ത്യൻ 1 സ്വന്തം മകനെ വരെ കൊല്ലുന്ന ഒരു താത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ശങ്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് 6 പാക്കുള്ള ഇടിയനായിട്ടുള്ള ഒരു ഇന്ത്യൻ താത്ത പ്ലസ് എല്ലാ വില്ലന്മാരുടെ അടുത്തും ചെന്നിട്ട് ഓരോ കർമ്മകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കർമ്മ മാർഷൽ ആർട്സ് ടെക്നിക്കുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇന്ത്യൻ താത്ത. എന്തെങ്കിലും ബുക്കോ വല്ലോ എഴുതിയിട്ടുണ്ടോ താത്തയ്ക്ക്? ഇതെല്ലാം വിൽക്കാൻ വല്ല ഉദ്ദേശം വല്ലതും ഉണ്ടോ? എല്ലാവരും ചെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇന്ന് പഠിക്കും, ഹോൾസെയിലായിട്ട് ഞാൻ വിൽക്കുന്നുണ്ട്, വാങ്ങിച്ചോ എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. പിന്നെ അങ്ങ് പോവാണ്. നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഒരു നല്ല തുടക്കമാണ് കിട്ടുന്നത്. നമുക്ക് ഇത്തിരി ഗ്രിപ്പിംഗ് ആയിട്ടുള്ള തുടക്കമാണ്. അതിനുശേഷം കമൽഹാസന്റെ ഒരു ഇൻട്രോ വരുന്നു. ഇൻട്രോയ്ക്കകത്ത് ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ നമ്മൾ സൂം പിടിക്കുമ്പോൾ ഇങ്ങനെ വന്നു. ഇങ്ങനെ മറ്റേ ഒരു കൂറ നീളമുള്ള ഒരു മുടി, ഇത്രയും കൂറ മേക്കപ്പും ഇത്രയും കൂറ നീളമുള്ള മുടിയും ഞാവകം അതിൻ്റെ പ്രണവ് ഇട്ടിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ കഞ്ഞി മേക്കപ്പാണ്. ഇതിനകത്ത് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിരിക്കുക, ഇപ്പോൾ തന്നെ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, മേക്കപ്പ് സെക്ഷൻ, മ്യൂസിക് എൻ്റെ പൊന്ന അനിരുദ്ധണ്ണ എന്താണ് ചെയ്തിരിക്കുന്നത്. അതിൽ ആകെ കൊള്ളാവുന്നത് താത്താക്കിട ആ ഒരു പരിപാടിയുണ്ട്, ഒരു BGM ഉണ്ട്, സേനാപതി. അതൊഴിച്ച് എന്തൊക്കെയോ ജഗപുക നടക്കുന്നു. ആൾക്കാർ ഉറങ്ങിപ്പോകരുത്. സത്യം പറഞ്ഞു ചെയ്തിരിക്കുന്ന അതാണ്. ആൾക്കാർ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം സൗണ്ട് കൂട്ടി ട്രബിൾ അടിച്ച് ഒക്കെ വെച്ചിരിക്കുകയാണ്. ആദ്യമേ കമലഹാസന്റെ ഒരു ഇൻട്രോയിൽ ആൾക്കാർക്ക് കയ്യടിയും ചിരിയൊക്കെ കണ്ടായിരുന്നു, നോക്കുപോലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചത്ത കണക്കിനാണ്. എങ്ങനെയെങ്കിലും ഈ കോമാളിത്തരം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാണ് ആൾക്കാർ ഇരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോഴൊക്കെ ഓരോരുത്തരാണെങ്കിൽ ഫോണൊക്കെ എടുത്തിട്ട് അത് ചെയ്യുന്നു ഇങ്ങനെ നോക്കി, ഇങ്ങനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ചിലർ നോക്കിയിരിക്കുന്നു. എങ്ങനെയും ഇതൊന്നും കഴിഞ്ഞ് കിട്ടിയാൽ മതി, ഇതൊന്നും നിർത്തണമെന്ന് പറഞ്ഞിട്ട് ആണ് എല്ലാവരും ഇരിക്കുന്നത്. എന്നാൽ ഇത് ഇന്ത്യൻ 3 ഉണ്ട്. അപ്പോൾ 2 ചെറുതാക്കണ്ടേ? ഒന്നുമില്ല. 3 മണിക്കൂർ എങ്ങാണ്ടുണ്ട് പടം. 3 മണിക്കൂർ നശിപ്പിച്ച് വെച്ചു. വെറുതെ ഒരു പണിയില്ല, ചുമ്മാതിരിക്കുകയൊക്കെ ആണെങ്കിൽ 3 മണിക്കൂർ AC പോയിരിക്കണം എന്നുണ്ടെങ്കിൽ സിനിമ പോയി കാണാം. അങ്ങനെ പറ്റിയൊരു പടമാണ്. പിന്നെ ഇത് ഒരാഴ്ച കൊണ്ടിട്ട് ഇപ്പോൾ ഫാൻസ് ഏറ്റെടുക്കും. ഇനി ഒരു 2 ആഴ്ചയ്ക്ക് ഫാമിലി ഏറ്റെടുക്കും. 3ാമത്തെ ആഴ്ചയിൽ നമ്മുടെ കപ്പിൾസ് ഏറ്റെടുക്കും. സാധാരണ പടങ്ങളൊക്കെ അങ്ങനെയാണ്, അത്യാവശ്യം പടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്. പക്ഷേ ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഇത് ഫസ്റ്റ് വീക്ക് തന്നെ കപ്പിൾസ് ഏറ്റെടുക്കുന്ന സിനിമയായിരിക്കും. കാരണം ഒരു മനുഷ്യനും കാണത്തില്ല, 3 മണിക്കൂറും കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ അടിപൊളി സാധനം, അങ്ങനെ ഒരു അടിപൊളി ഹിറ്റ് ആവാൻ സാധ്യതയുള്ള സാധനമാണ് ഇന്ത്യൻ 2. പക്ഷേ അവരെ മനസ്സമാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല. കാരണം ഇടയ്ക്ക് നല്ല പൊട്ടിക്ക് നടക്കുന്നുണ്ട്. സൗണ്ട് കൊണ്ട് പൊട്ടിച്ച് ഒരു പരിപാടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും കോമഡി ഇതിൻ്റെ ആ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ക്ലൈമാക്സിലേക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് ഇന്ത്യൻ താത്ത ഒരു മതിലൊക്കെ ചാടി വന്നിട്ട് ഒരു ചെറിയ സ്ട്രൈറ്റ് ബോർഡ് മാതിരി ഒരു സാധനമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോക്കൊക്കെ ഉണ്ട്. അത് പിള്ളേർ ഓടിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. കുറച്ചൊക്കെ ലോജിക്ക് വേണം. ആ സാധനം കൊണ്ട് പുള്ളി 100 കിലോമീറ്ററാണ് ഓടുന്നത്. അതിൽ പുറകിൽ ചേസിങ്ങിന് വരുന്നത് ഭയങ്കര കാറ്, ബൈക്ക്. എന്നിട്ടും ഒച്ചു പിള്ളേരുടെ കളിപ്പാട്ടത്തിന് ഓടി ചേസ് ചെയ്യാൻ പറ്റുന്നില്ല. കൊള്ളാം, നല്ലതായിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫൈറ്റിലേക്ക് കടക്കുന്ന സംഭവമുണ്ട്. ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഫൈറ്റിൻ്റെ ഫസ്റ്റ് പോർഷൻ അടിപൊളിയാണ്. ആ ചില നമ്മുടെ മർമ്മത്തൊക്കെ കുത്തുന്ന പരിപാടികളൊക്കെ നൈസായിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം ഡ്രസ്സ് അങ്ങോട്ട് അഴിച്ചിട്ട് വന്നിട്ട്
മസിലൊക്കെ പിടിച്ചിട്ടുള്ള പരിപാടിയുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ദേഹത്ത് ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ വരും. എൻ്റെ അമ്മോ, ക്രിഞ്ചേ ക്രിഞ്ചേ ക്രിഞ്ചേ, തല തല്ലി അവിടെ തിയേറ്ററിൽ അവിടെ ഇരിക്കുന്ന സ്ഥാനത്ത് തല തലിച്ചാവാൻ തോന്നും. അതുപോലെ ക്രിഞ്ചടിച്ച് സാധനമായി വന്നിട്ട് കുറെ തടിമാടന്മാരെ ഇടിക്കും. പൊന്നെ ശങ്കരണ്ണ, ദയവ് ചെയ്ത് 3 നീ എടുക്കണ്ട, വേണ്ട, 3 വേണ്ട, 3 കാണാൻ പറ്റൂല, സഹിക്കാൻ പറ്റൂല. ഇതുകൊണ്ട് ഞാൻ തീർന്ന് നിൽക്കുന്നോന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇനി പറ്റൂല മോനെ, പ്ലീസ്. ഇതുകൊണ്ടെങ്കിലും ദയവ് ചെയ്ത് നിർത്തണം പ്ലീസ്.